ജപ്പാനിലെ നാഗസാക്കിയിൽ നിന്നും ഏകദേശം 9 മൈൽ മാറി സ്ഥിതി ചെയ്യുന്ന ഒരു കുപ്രസിദ്ധമായ ദ്വീപാണ് ഹാഷിമ ഐലൻഡ്. ഏകദേശം 13 ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ വലിപ്പമുള്ള ഈ ഒരു ദ്വീപ് ഇന്ന് വിജനമായി കിടക്കുകയാണ്. ഒരു കാലത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും ജനസാന്ദ്രതയുള്ള ഒരു ദ്വീപായിരുന്നു ഇത്. 1880കളിലാണ് ജാപ്പനീസ് വ്യവസായ ലോകം ഈ ഒരു ദ്വീപിനെ വ്യാവസായികമായി ഉപയോഗപ്പെടുത്താൻ തീരുമാനിക്കുന്നത്. കൽക്കരിയുടെ സമ്പത്തുള്ള ഈ ഒരു പ്രദേശത്ത് 1 കിലോമീറ്റർ ആഴത്തിൽ അവർ അന്ന് തുരങ്കങ്ങൾ ഉണ്ടാക്കി. തുടർന്ന് ജോലി ചെയ്യാനായി നിരവധി പേർ അവിടേക്ക് താമസവും മാറി. അങ്ങനെ അവിടെ കെട്ടിടങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും വന്നതോടെ ശരിക്കും ഒരു ടൗൺഷിപ്പായി മാറി. മാത്രമല്ല ജോലിക്കായി ചൈനയിൽ നിന്നും കൊറിയയിൽ നിന്നുമെല്ലാം പിടിച്ചുകൊണ്ടുവന്ന നിരവധി ആളുകളെ അടിമകളായും ഇവിടെ പാർപ്പിച്ചിരുന്നു. ഖനിയിൽ തൊഴിലെടുക്കാനായിരുന്നു അവരെ ഉപയോഗപ്പെടുത്തിയിരുന്നത്. എന്നാൽ പിന്നീട് കൽക്കരി ഖനനത്തിന് ചിലവേറിയതും ദ്വീപിലെ കൽക്കരിയുടെ കുറവും മൂലം അവിടെയുണ്ടായിരുന്നവരെല്ലാം തന്നെ ദ്വീപ് ഉപേക്ഷിച്ചു പോകുകയായിരുന്നു. അതോടെ അതൊരു പ്രേത നഗരമായി മാറി. ഇന്ന് ജപ്പാനിലെ ഒരു പ്രമുഖ ടൂറിസ്റ്റ് കേന്ദ്രമായി ഇത് പ്രവർത്തിക്കുന്നു.